ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ വാട്സപ്പ് കാര്യങ്ങളൊന്നും ആയിട്ടല്ല, സ്വന്തമായിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനിപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് blogger.com സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ക്രിയേറ്റ് യുവർ ബ്ലോഗറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മളെ ഇമെയിലിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഫുള്ള് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇമെയിലിലാണിപ്പോൾ നമ്മളെ ബ്ലോഗർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ നെറ്റ് ഇത്തിരി സ്ലോ ആണ്, അതാണ് വരാൻ ലേറ്റ് ആകുന്നത്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള ഇമെയിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കുക. ഡെസ്ക്ടോപ്പ് സൈസ് ഓൺ ആക്കി ഇടുക. എന്നിട്ട് ഇവിടെ ടൈറ്റിലിൽ നിങ്ങളുടെ നിങ്ങളുടെ ബ്ലോഗറിൻ്റെ നെയിമാണ്, മുകളിൽ കിടക്കുന്ന ബ്ലോഗറിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ AF മോഡ്സ് ഒഫീഷ്യൽ എന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. വെബ് അഡ്രസ്സിൽ ഇതാണ് നമ്മളെ വെബിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മോൾ ലെറ്ററിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ക്യാപിറ്റലിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ AF മോഡ്സ് ഒഫീഷ്യൽ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ മറ്റേ വെബ്സൈറ്റിൻ്റെ ലിങ്കിൻ്റെ ഇത് കാണിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് HOFC കൊടുത്തു നോക്കാം. ആ സംഭവം ഉണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഡിസ്പ്ലേ നെയിം. അപ്പോഴത്തേക്ക് നമ്മളെ ഹെഡറിൽ കൊടുക്കാനുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മോഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് ട്യൂട്ടോറിയൽ ഫയൽസ് എന്ന് ഫിനിഷ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് സൂം കുറച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇമെയിലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. എന്നിട്ട് നമ്മളെ സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. വ്യൂ ബ്ലോഗർ കൊടുക്കുക. നമ്മളെ ബ്ലോഗർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ തീം ചേഞ്ച് ആക്കണമെങ്കിൽ ഇവിടെ ആ സൈഡിൽ 3 ഡോട്ട് ഉണ്ടല്ലോ, ഇവിടെ 3 ഡോട്ടിൽ തന്നെ തീംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. തീംസിൽ വരിക. തീംസിൽ വന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ തീംസുകൾ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഇത് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് ചൂസ് ചെയ്തത്. നെറ്റ് കുറച്ചധികം സ്ലോ ആണ് ഗൈസ്. വന്നിട്ടുണ്ട്. അപ്ലൈ കൊടുക്കുക. ഇവിടെ ന്യൂ തീംസ് അപ്ലൈഡ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിൽ. എന്നിട്ട് വ്യൂ ബ്ലോഗറിൽ പോവുക. അപ്പോഴത്തേക്ക് നമ്മളെ ബ്ലോഗറിൻ്റെ തീം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പുതിയത് വെളിയിൽ നിന്ന് എടുത്ത് ആഡാക്കുകയാണ് വേണ്ടതെങ്കിൽ തീംസിൽ തന്നെ വരിക. എന്നിട്ട് കസ്റ്റമൈസ് വരിക. കസ്റ്റമൈസ് എഡിറ്റ് HTML കൊടുക്കുക, അല്ലെങ്കിൽ റീസ്റ്റോർ കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ AF തീംസ് എന്നും പറഞ്ഞ് ഒരിത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.
ഇതാ റീസ്റ്റോർ തീംസ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസ്റ്റോർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂ ബ്ലോഗറിൽ പോവുക. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ പുതിയ തീമും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതാ ഈ സംഭവം അത് ചേഞ്ച് ആക്കുന്നത് കാണിച്ചു തരാം. അതിൽ ഇതാ ഇവിടെ ലേ ഔട്ടിൽ വരിക. ലേ ഔട്ടിൽ വന്നിട്ട് ലേ ഔട്ടിൽ ഇതാ ഇവിടെ എന്താ മൊബൈൽ ലോഗോ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നിങ്ങളുടെ ഇത് മാറ്റി കൊടുത്താൽ മതി, ഇമേജ് മാറ്റി കൊടുത്താൽ മതി. ഇതാ ബ്ലോഗറിൽ ഇതാ ഇവിടെ ഇമേജ് ചേഞ്ച് ആക്കി കൊടുക്കുക. അവിടെ കുറച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറയുമ്പോൾ പുതിയ പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് നമ്മളെ പോസ്റ്റിൽ വരിക. എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആഡ് ന്യൂ പോസ്റ്റ്, അല്ലെങ്കിൽ ഇതാ ഇവിടെ സൈഡിൽ ഈ പ്ലസ് ഐക്കണിൽ കൊടുത്താലും മതി, ആഡ് ന്യൂ പോസ്റ്റ്. ഇതാ ഞാൻ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഹെഡർ നെയിം കൊടുത്തിരിക്കുകയാണ്. ഹെഡർ നെയിം ഞാൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇമേജ് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വരിക, താഴത്തെ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഈ ഒരു ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ ഇതാ ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇവിടെ 3 ഡോട്ട്, ഇതാ ഈ 3 ഡോട്ടിൽ വരിക. എന്നിട്ട് അതിൽ ആഡ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അതിൽ ഇതാ ചൂസ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫയലിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇമേജ് എവിടെ നിന്നാണ് വേണ്ടത് അവിടെ നിന്ന് സെലക്ട് ആക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ പിക്സൽ ആപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് നേരത്തെ ക്രിയേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു തമ്പനെയിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സെലക്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ഇമേജ് ഇതാ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇമേജിൻ്റെ സൈസ് ചെറുതാക്കണമെങ്കിൽ ഇതാ ഇവിടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ അവിടെ സെറ്റിങ്സ് എന്നും പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ സ്മാൾ കൊടുക്കുക, വേണമെന്നുള്ളൊരു സ്മാൾ കൊടുക്കുക, മീഡിയം കൊടുക്കുക, ലാർജ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ഈ ഇമേജിൽ തന്നെ എങ്ങനെയാ നമ്മളെ ലിങ്ക് കൊടുക്കുന്നതെന്ന് ഇതാ നമ്മൾ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ഡോട്ടിൽ വന്നിട്ട് ഇതാ ഇങ്ങേ അറ്റത്ത് ഇതാ ഈ ഒരു സംഭവം ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 3 ഡോട്ട് വരിക. ഇതാ ഇവിടെ സൂം ചെയ്ത് കാണിച്ചാൽ ഇതാ ഇവിടെ ആയിട്ട് ഈ ലിങ്കിൻ്റെ സംഭവത്തെ ക്ലിക്ക് ചെയ്യുക. സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഇതിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഇപ്പം എൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ താഴെ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ അവിടെ അതങ്ങ് ആഡായി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിവിടെ ടൈപ്പാക്കി കൊടുക്കുക. ഇവിടെ അങ്ങോട്ട് താഴോട്ട് മൊത്തം ടൈപ്പാക്കി കൊടുക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ ലിങ്കായിട്ട് വല്ലതും കൊടുക്കാനാണെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ 3 ഡോട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ ഇവിടുത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലിങ്കിൻ്റെ ഓപ്ഷനിൽ വരിക. ലിങ്കിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തിൻ്റെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്ക് കണക്ക് ഇവിടെ വാട്സപ്പ് എന്നാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. വാട്സപ്പ് ഡൗൺലോഡ് എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ഡൗൺലോഡ്. എന്നിട്ട് ഇവിടെ ലിങ്കിൻ്റെ അവിടെ നമ്മളെ ചാനലിൻ്റെ ലിങ്കും കൊടുത്ത് അപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൂ കളറിലായി വന്നിട്ടുണ്ട്. പിന്നെ അതിനെ നമ്മൾ സൈഡിലോട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആ 3 ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ സൈഡിൽ സെൻറ്ററിലോട്ട് മാറ്റാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റിഫൈ അത് നടുക്ക് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സെൻറ്ററിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്.
സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ട് ചേഞ്ച് ആക്കാൻ ഇവിടെ ഫോണ്ടിൻ്റെത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ ഈ എ എന്നും പറഞ്ഞ ഓപ്ഷൻ, ഈ ആൽഫബറ്റിൻ്റെ എ എന്നും പറഞ്ഞ ഓപ്ഷനിൽ അവിടെ നമ്മളെ ഫുള്ള് ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഫോണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ബ്ലോഗർ പോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബ്ലോഗർ പോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സൈഡിൽ ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബ്ലോഗറിൽ പോവുക. ഈ ബ്ലോഗറിൽ പോയി ഇവിടെ നമ്മളെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. വന്നിട്ടുണ്ട്. വാട്സപ്പ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ചാനലിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. കണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മളെ ചാനലിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ ക്രോം ബ്രൗസറിൽ എടുക്കാൻ പറ്റാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് അവിടെ BLOGGR ബ്ലോഗർ സെർച്ച് ചെയ്യുക. നമ്മളെ ബ്ലോഗറിൻ്റെ തന്നെ ആപ്പ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. 14 MB അങ്ങനെ ഉള്ളൂ. എന്നിട്ട് ഇൻസ്റ്റാൾ ആക്കുക. എന്നിട്ട് അതിൽ നമ്മളെ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത് തന്നെ. അപ്പോൾ ഗൈസ്, അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്.